ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. മെയ് മാസത്തെ ഫലമാണ് പറയുന്നത്. മെയ് മാസത്തിൽ മകരരാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരരാശിക്കാർക്ക് സൂര്യ ചാരവസാൽ തന്നെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 5ലും 6ലുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 4ലും 5ലുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചാരവസാൽ അനുകൂലപരമായിട്ടുള്ളൊരു സമയം തന്നെയാണ് ഇവർക്ക് ഇനി ഈ മാസത്തിൽ വരുവാനുള്ളത്. ഐശ്വര്യ അഭിവൃദ്ധിയും പ്രതിദാനം ചെയ്യും. വ്യാഴത്തിൻ്റെ ദൃഷ്ടി, വ്യാഴം അനുകൂല സ്ഥിതിയിൽ 5ാം ഭാവത്തിൽ തുടരുന്ന ഒരു മാസം തന്നെയാണ് മേടമാസം 1-ാം തീയതി തൊട്ട്. അത് കാരണം കൊണ്ട് തന്നെ വളരെ ഐശ്വര്യ അഭിവൃദ്ധിയുമായിട്ടുള്ളൊരു സമയമായിരിക്കും. തൊഴിൽ പുരോഗതി ഉണ്ടാവും. ധനലാഭങ്ങൾ ഉണ്ടാവും. ധനത്തിന് കൈകാര്യങ്ങൾ ചെയ്യുന്ന വിധത്തിലും ഒരു സ്വതന്ത്ര തന്മയോടുകൂടി ഉണ്ടാവും. ഭാഗ്യ കടാക്ഷങ്ങൾ ഉണ്ടാകും. ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സൗകര്യപൂർവ്വമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ തൊഴിൽ മുന്നേറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും പുതിയ തൊഴിലിനെ പറ്റി അന്വേഷിക്കാനും പുതിയ തൊഴിൽ കണ്ടുപിടിക്കുവാനും പുതിയ തൊഴിലിൽ മേൽക്കൈമകൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. അനായാസന ഇവർക്ക് ഈ മാസം വളരെ അനുകൂലപരമാണ്. ഏതൊക്കെ വിധത്തിൽ അനുകൂലമാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ ഭവന നിർമ്മാണത്തിന് തുടങ്ങാൻ പറ്റിയൊരു സമയമാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ്. ഭൂമി വാങ്ങിക്കാൻ പറ്റിയ സമയമാണ്. ഭൂമി വാങ്ങിച്ച് ഗൃഹനിർമ്മാണത്തിന് മേൽക്കൈ കൊടുക്കുന്നതും നല്ലതാണ്. പുതിയ വസ്തുക്കളെല്ലാം വാങ്ങിക്കുന്നതും അതുപോലെ തന്നെ ഗൃഹോപകരണ സാധനങ്ങൾ വാങ്ങിക്കുന്നതും എല്ലാം ഉചിതപരമായിട്ടുള്ള സമയമാണ്. പുതിയ വാഹനം വാങ്ങിക്കുവാൻ അനുയോജ്യപരമായിട്ടുള്ള സമയമാണ്. വിവാഹാദി ബന്ധങ്ങൾ ഉറപ്പിച്ചു വയ്ക്കുവാനുള്ള നല്ല സമയമാണ്. കുട്ടികൾക്ക് ചോറ് ഊണ് കൊടുക്കാനുള്ള നല്ല സമയം കൂടിയാണ്. അങ്ങനെയുള്ള കുറേ നല്ല അനുഭവങ്ങളുള്ള ഒരു മാസം തന്നെയാണ് ഇവർക്കുള്ളത് മകരരാശിക്കാർക്ക്. അതുകൂടാതെ തന്നെ അവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ വന്ന് ചേരുവാനും IT സംബന്ധമായിട്ടുള്ള മേഖലയിലും ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയിലും ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയിലും പുരോഗതികൾ വന്ന് ചേരുവാനും ധനാഗമങ്ങൾ വന്ന് ചേരുവാനും ആഭരണ ശേഖരണങ്ങൾ ഉണ്ടാകുവാനും ആഭരണങ്ങൾ വന്ന് ചേരുവാനും ആഭരണം വാങ്ങിക്കുവാനുള്ള പ്രവണത ഉണ്ടാകുവാനും അതിന് വേണ്ട ധനം വന്ന് കൈ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹങ്ങളും അതുപോലെ തന്നെ വിജയം കരസ്ഥമാക്കാനുള്ള കാര്യങ്ങളുമെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട്. പുതിയ കോഴ്സുകളെ പറ്റി ചിന്തിക്കുവാനും അതിനെപ്പറ്റി പഠനം നടത്തുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. വിദേശ ജോലിക്കായി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് മൂലം അത് വിജയിച്ചു വരുവാനുള്ള സാധ്യതയും വിദേശ ഗമനത്തിന് സാധ്യത തെളിഞ്ഞു വരുവാനുള്ള സാധനവും വിദേശത്തേക്ക് ജോലിക്കായിട്ട് ഫൈനാൻസ് സംബന്ധമായിട്ട് മുടക്കുന്ന ഫൈനാൻസ് സംബന്ധമായിട്ട് പണമിടപാടുകളെല്ലാം വേസ്റ്റ് ആവാതെ അത് ഉപകാരത്തിൽ വന്ന് ചേരുന്ന ഒരു ഇതാണ് കാണുന്നത്. അലോപ്പതി രംഗത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണകരമായിട്ടും സയൻസ് സംബന്ധമായിട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഗുണകരമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മാസത്തിൻ്റെ അവസാനത്തോടുകൂടി ആനുകൂല്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും പ്രമോഷനുകളും ഉദ്ദിഷ്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള സാധ്യതകളെല്ലാം കാണുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അനുകൂലപരമായിട്ടുള്ള നേട്ടങ്ങളും വിജയസാധ്യതകളും എല്ലാം വന്ന് ചേരുവാനും മാസാവസാനത്തോടുകൂടി വിജയാഹ്ലാദം വന്ന് ചേരുവാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യം നടക്കും. അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉത്കൃഷ്ടപരമായിട്ടുള്ളൊരു സമയമാണ്. ഭാവി ജീവിതം സുരക്ഷിതപരമായിട്ട് നോക്കുവാൻ അവർക്ക് കൂടുതൽ താല്പര്യം കാണിക്കും. കുറച്ചുകൂടി ഉത്സാഹത്തോടുള്ള പ്രവർത്തികളും അതുപോലെ എഴുത്തുകുത്ത് കാര്യങ്ങളും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ നാവികസേന, വ്യോമസേന കരസേന എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജവാന്മാർക്കും പ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അവർക്കെല്ലാം അനുകൂലപരമായിട്ടൊരു സമയം തന്നെയാണ്. എയർപോർട്ട് സംബന്ധമായിട്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് കുതിച്ചു വരപ്പിൻ്റെ ഒരു സാധ്യതയാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയർ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഗുണാനുഭവങ്ങളും ഗുണമേന്മകളും പുതിയ കോൺട്രാക്ട് വർക്കുകൾ കിട്ടാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. ഭൂമി ലാഭം കാണുന്നുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള റിലേ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ആക്കം കൂട്ടുവാനും അതിൽ വിജയം കരസ്ഥമാക്കി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നുണ്ട്. ഈ മാസം അവസാനത്തോടുകൂടി ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം വന്ന് ചേരുവാനും കേസ് വഴക്കുകളെല്ലാം വല്ലതുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് വിജയിച്ചു വരുവാനും അല്ലെങ്കിൽ അതിൻ്റെ കേസിന് ഒരു വഴിത്തിരിവുകൾ വന്ന് ചേരുവാനുള്ള സാധ്യത കുറേ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. എന്നിരുന്നാലും നക്ഷത്ര വശാലുള്ള ഓരോരോ പരിഹാരങ്ങൾ എന്ന് വെച്ചാൽ ഉത്രാടം നക്ഷത്രത്തിന് ശിവനെങ്കിൽ ധാരാവിളക്ക് മാല, തിരുവോണ നക്ഷത്രക്കാർക്ക് തിങ്കളാഴ്ച സഹസ്രനാമാർച്ചന ഭഗവതി ക്ഷേത്രത്തിൽ, അവിട്ട നക്ഷത്രക്കാർക്കാണെങ്കിൽ ചൊവ്വാഴ്ച ഭാഗ്യസൂക്തം നടത്തുകയാണെങ്കിൽ മകരരാശിക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് വരാൻ പോകുന്നത്. നമസ്കാരം.